അങ്ങനെ കേസെടുക്കാൻ വരുമ്പോൾ എന്ത് പറ്റും? നാളെ എൻ്റെ രീതിയിൽ എനിക്കൊരു ജാമ്യം കിട്ടിയില്ലെങ്കിലോ ഇപ്പം ഉദാഹരണം പറയാം, മാധ്യമങ്ങളുടെ അടക്കം, മാധ്യമങ്ങളെ കുറ്റമായിട്ടല്ല, ഞാൻ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് അപ്രോച്ച് ചെയ്തു. ഹൈക്കോടതി അപ്പം പറഞ്ഞു തൽക്കാലം പോലീസ് FIR ഇട്ടിട്ടില്ല, അതുകൊണ്ട് നോട്ട് ടു അറസ്റ്റ് നൽകുന്നില്ല. പോലീസ് ഇപ്പോൾ FIR ഇട്ടിട്ടില്ല, പോലീസ് അതിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മാധ്യമങ്ങളും രാഹുൽ ഈശ്വറിന് വലിയ തിരിച്ചടിയാണ്, ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചില്ല, വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. ഹണി റോസിൻ്റെ പരാതിയിൽ പോലീസ് കഴമ്പില്ലെന്ന് കണ്ട് റിപ്പോർട്ട് കൊടുത്തു. ഒരാൾ പോലും ഹണി റോസിന് തിരിച്ചടിയെന്ന വാർത്ത കൊടുത്തില്ല. ഹണി റോസിന് എപ്പോഴും തിരിച്ചടിയില്ല. കാര്യം ആ സ്ത്രീയെ ഗാർഡ് ചെയ്യുന്നതിന് ഒരു പ്രശ്നവുമില്ല. ഇതിൽ തന്നെ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, സ്ത്രീയുടെ പേരോ ചിത്രമോ കൊടുക്കരുതെന്ന് നമ്മുടെ നിയമം അനുശാസിക്കുന്നുണ്ട്. ഒരു പരാതിക്കാരിയുടെ പേരോ ചിത്രമോ കോടതി കുറ്റക്കാരനാണെന്ന് പറയുന്നത് വരെ ഒരു പുരുഷൻ്റെ പേരോ ചിത്രവും അതേപോലെ കൊടുക്കരുത്. അതായത് കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നത് വരെ ഒരു പുരുഷൻ്റെ പേരോ ചിത്രവും കൊടുക്കരുത്. അത് രാഹുൽ ഈശ്വറിൻ്റെ അഭിപ്രായമല്ല. സെപ്റ്റംബർ 10, 2024 കേരള ഹൈക്കോടതിയുടെ വിധിന്യായമാണ്. ശ്രീ സജി മോഹൻ പാറയിലടക്കം ഇടപെടുന്ന ഹേമ കമ്മിറ്റി വിഷയത്തിൽ കഴിഞ്ഞ സെപ്റ്റംബർ 10 കേരള ഹൈക്കോടതി ആരോപിതർക്കും സ്വകാര്യതയ്ക്കുള്ള അവകാശമുണ്ടെന്ന് ഹൈക്കോടതി വിധിന്യായത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. അതൊക്കെ ഞങ്ങൾ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഹൈക്കോടതി വിധിന്യായത്തിൽ 4-ാം ഉപവകുപ്പ് ഖണ്ഡികയിൽ ഹൈക്കോടതി എഴുതിയിട്ടുണ്ട്, പെൺകുട്ടികൾക്ക് മാത്രമല്ല അക്യൂസ്ഡിനും ഒരു റൈറ്റ് ടു പ്രിവസി ഉണ്ട്. കാര്യം ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയാമോ? കുറച്ചു കാലം കഴിഞ്ഞ് നമ്മളെപ്പോഴും പീഡകരായി തുടരും. അവൻ കാശ് കൊടുത്ത് സെറ്റിൽ ചെയ്തതാണെന്ന് പറയും, അവൻ എങ്ങനെയെങ്കിലും ഊരിപ്പോകുന്നതാണെന്ന് പറയും. പിന്നീട് ജോലി കിട്ടണ്ടേ, ജീവിക്കണ്ടേ, ബിസിനസ് കിട്ടണ്ടേ? ആരെങ്കിലും അങ്ങനെയുള്ളവരെ വീണ്ടും എടുക്കൂ. എത്ര രൂപയെന്ന് പറഞ്ഞാൽ പോകുന്നത്? ഈ കേസ് നടക്കാനൊക്കെ എത്ര രൂപയും കാര്യങ്ങളോ പോകുന്നത്? ഇതൊക്കെ തെളിഞ്ഞ കേസുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. തെളിഞ്ഞ കേസുകളിൽ പോലും അവസാനം വെറുതെ വിട്ടാൽ പത്രങ്ങളിലോ മാധ്യമങ്ങളിലോ വാർത്ത വരില്ല എന്നുള്ള രണ്ടാമത്തെ കാര്യം. ജനങ്ങളുടെ മനസ്സിൽ എന്നും ഇവർ എറ്റേണലി റേപ്പിസ്റ്റ് ആയിട്ടങ്ങ് ബ്രാൻഡ് ചെയ്യപ്പെടും. നാളെ നമ്മുടെ സ്ഥാപനങ്ങൾ അങ്ങനെ ഒരാളെ എടുക്കൂ, നമ്മൾ വിചാരിക്കും എന്തിനാണ് റിസ്ക് എടുക്കുന്നതെന്ന്. അങ്ങനെ എത്രയോ പേർക്ക് ടെക്നോ പാർക്കിൽ നടക്കാൻ ജോലി പോയിട്ടുണ്ട്. ഈ അടുത്തിടയ്ക്ക് 3 ആഴ്ച മുമ്പ്, ഞാൻ പേര് പറയുന്നില്ല, അവിടെ സംഭവമായ കാര്യമാണ്. ഇയാൾക്ക് 4 ലക്ഷം രൂപ ടെക്നോ പാർക്ക് കോൺട്രാക്ട് വെച്ചിരുന്നു, ഒരു ഫാഷൻ ഷോ നടത്താനാണ്. അവസാന നിമിഷമാണ് ടെക്നോ പാർക്ക് അറിഞ്ഞത് ഇയാൾക്കെതിരെ ഒരു കേസ് ഉണ്ടായിരുന്നു. പുള്ളി കേസിൻ്റെ വിധി കൊണ്ട് കൊടുത്തു, അക്യൂറ്റ് ചെയ്ത വിധി കൊണ്ട് കൊടുത്തു. അവിടുത്തെ ചില ആൾക്കാർ പറഞ്ഞു നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല, നിങ്ങളുടെ ഷോ ക്യാൻസൽ ചെയ്യാണ്, വേറൊരാൾക്ക് കൊടുത്തു. ഇവൻ്റെ കയ്യിൽ നിന്ന് 1.5 ലക്ഷം രൂപയാണ് നഷ്ടമായത്. ആരോട് പറയാനാണ്? ഒരു എവിടെയും പോയി പറയാനില്ല, റൈറ്റ് കിട്ടാൻ പറയാനില്ല. അല്ലെങ്കിൽ ഏത് കമ്പനിയും ഒരു കമ്പനിയെ കുറ്റം പറയുകയല്ല, നമ്മൾ റിസ്ക് എടുക്കൂ. അവൻ റേപ്പിൽ അക്യൂസ്ഡാണ്, അവൻ നിരപരാധിയാണെന്ന് കോടതി വിധിന്യായം തന്നിട്ട് പോലും അവന് ജസ്റ്റിസ് കിട്ടുന്നില്ല എന്ന വേദനാജനകമായ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അതിനെ കറക്റ്റ് ചെയ്യാൻ ആർക്കാ പറ്റുക? കോടതിക്ക് പറ്റും, കമ്മീഷന് പറ്റും, പിന്നീട് മാധ്യമങ്ങൾക്കാ പറ്റുക. ഒരു സെൻസ് ഓഫ് ബാലൻസ് നമ്മൾ ചോദിക്കുന്ന അത്രേ ഉള്ളൂ. ഒരു ഫൈറ്റിംഗ് സ്പേസ്, പോരാടാൻ ഒരു സ്പേസ് ഉണ്ടാകണം. ഇല്ലെങ്കിൽ എന്താ പറ്റുക എന്ന് പറയാം. ഇദ്ദേഹം വളരെ താല്പര്യത്തോടെ എന്നോട് എന്ന് പറഞ്ഞ് ഇദ്ദേഹം ആലുവ റൂറൽ SP ഒക്കെ പോയിക്കൊണ്ടു. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാം നല്ലതാണ്, ഈ ഫൈറ്റ് ചെയ്യുക. പക്ഷേ സാക്ഷാൽ നിവിൻ പോളി DGPക്ക് പരാതി കൊടുത്തിട്ട് FIR ഇടാത്ത കേസിലാണ്. സാക്ഷാൽ നിവിൻ പോളി, അതായത് നിവിൻ പോളി വാക്കാലൊന്നുമല്ല, DGPക്ക് നേരിട്ട് പരാതി അയച്ചു കൊടുത്തു, എനിക്കെതിരെ ഗൂഢാലോചന ഉണ്ട്. ഈ പരാതിയിൽ എല്ലാവരും കണ്ടു കാണും. ഈ പെൺകുട്ടിയുടെ പരാതി വ്യാജമാണെന്ന് തെളിഞ്ഞു. നിങ്ങളുടെ അടക്കം നമ്മുടെ ചാനലിൽ വന്നിരുന്നത്, ഞാനും കൂടിരുന്ന പരിപാടികളിൽ ഈ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട്, എന്നെ റേപ്പ് ചെയ്തൊരു ഡേറ്റ് പറഞ്ഞു, ഡിസംബർ 14, 15 ഒക്കെ ആണെന്നാണ് ആ കുട്ടി ഡേറ്റ് പറഞ്ഞു. അവസാനം ആ ഡേറ്റിൽ നിവിൻ പോളി കൊച്ചിയിലുണ്ടെന്ന് തെളിഞ്ഞു. കാര്യം ഹോട്ടൽ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, ട്രാവൽ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, ദുബായിൽ ഇല്ലെന്ന് തെളിഞ്ഞു. ഈ പെൺകുട്ടി ഒരു മടിയും ഉളുപ്പുമില്ലാതെ പറയുകയാണ്, സോറി ഉറക്കപ്പിച്ചിൽ ഞാൻ പറഞ്ഞ ഡേറ്റ് മാറിപ്പോയി. ഇതെല്ലാം മാധ്യമങ്ങളോട് തന്നെ പറയുന്നത്. ഉറക്കപ്പിച്ചിൽ റേപ്പ് ചെയ്യപ്പെട്ട ഡേറ്റ് മാറിപ്പോയി. 3-4 ചർച്ചകളിൽ വന്നിരുന്നിട്ട് ആ വ്യക്തിക്കെതിരെ ഏതെങ്കിലും ഫെമിനിസ്റ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ സാംസ്കാരിക നായകരോ അത് പറയുന്ന ശരിയല്ല. ഏതെങ്കിലും ഒരു നോട്ടീസ് കൊടുക്കണം. 164 അടക്കം, ആ കേസ് 164 കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. മജിസ്ട്രേറ്റിൻ്റെ മുമ്പിലടക്കം കള്ളമൊഴി പറഞ്ഞാൽ ഈ നാട്ടിലെ സ്ത്രീകൾക്കൊന്നും നഷ്ടപ്പെടാനില്ല.